ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ജയ്പൂരിലെ വളരെ പ്രശസ്തമായ ഹവ മഹലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 1799 മഹാരാജ് സ്വാസി പ്രതാപ് സിംഗ് എന്ന രാജാവാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലാൽ ചാന്ദ് ഉസ്താദാണ്. ഇതിന് നമ്മൾ പ്ലേസ് ഓഫ് വിൻഡ്, അതായത് കാറ്റിൻ്റെ കൊട്ടാരം എന്നും അറിയപ്പെടുന്നതാണ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ ദാ ഒരു ചെറിയ ബോർഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള വേകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഭയങ്കര അടിപൊളി സ്ട്രക്ചറിലുള്ള ഒരു കെട്ടിടമാണ് ഹവ മഹൽ എന്നുള്ളത്. ഇതിൻ്റെ ഓരോ കൊത്തുപണികൾക്കും ഓരോ ചരിത്രങ്ങളാണ് പറയാനുള്ളത്. പിങ്ക് സ്റ്റോൺ കൊണ്ടാണ് ഈ ഹവാ മഹൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഹവാ മഹലിന്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാര്യങ്ങളാണ്. പുറത്താണ് പിങ്ക് സ്റ്റോൺ, അതായത് ഇതിന് പിങ്ക് സിറ്റി എന്നൊക്കെ പറയപ്പെടാൻ. ഇതാണ് ഹവാ മഹലിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മെയിൻ റോഡിൽ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ജയ്പൂരിലെ ഏറ്റവും വളരെ പ്രശസ്തമായ ഒരു കെട്ടിടം തന്നെയാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഏകദേശം സ്ഥിതി ചെയ്യുന്നത് സിറ്റി പാലസിന്റെ അടുത്തായിട്ടാണ്. ഈ ഒരു ഹവാ മഹൽ എന്നുള്ളത് തേനീച്ചക്കൂട് പോലെയാണ്, അതായത് ഹണി കോമ്പ് പോലെ, അതായത് ഓരോ അറകളിൽ നിന്നും ഓരോ അറകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടെ നോക്കാം. ഇവിടെ ദാ ഓരോ വഴിയോര കച്ചവടക്കാരുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇയാൾ ഈ ഒരു മാല ഇങ്ങനെ കോർക്കുന്നത് കാണാം. നമ്മളെ ഈർപ്പം പോലെയുള്ള ഈ ഒരു സംഭവത്തിലാണ് ഇത് കോർത്തെടുക്കുന്നത്. ഇത് നോക്കി നിൽക്കുന്ന ഒരുപാട് രാജസ്ഥാനി സ്ത്രീകളും നമുക്ക് ഇരിക്കുന്നത് കണ്ടപ്പം ഭയങ്കര അടിപൊളി വിഷ്വലായി തോന്നി. ഇതാണ് ഹവാ മഹലിന്റെ പുറത്തുനിന്നുള്ള മെയിനായിട്ടുള്ള കാഴ്ച കേട്ടോ. ഇതിൻ്റെ മുമ്പിലും ഇതിൻ്റെ അടുത്തുമായിട്ട് ഒരുപാട് ഫുട്പാത്തുകളിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. മെയിനായിട്ട് രാജസ്ഥാനി ഐറ്റംസ് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ്, ചപ്പൽസ്, ബാഗ്സ് പോലുള്ള ഐറ്റംസ്. ഈ ഒരു ഹവാ മഹലിന്റെ ഫ്രണ്ടിലേക്ക് ഏകദേശം 953 ജനലുകൾ പുറത്തേക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതിനൊരു ചരിത്രം കൂടെ ഇവിടെ പറയുന്നുണ്ട്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പുറം ലോകമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അവർ പുറത്തുള്ള കാഴ്ചകളും ഉത്സവങ്ങളും അതുപോലെ തന്നെ ഓരോ ഉറൂസുകൾ സംഭവങ്ങൾ ഓരോ പരിപാടികളും കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജനൽ കൂടെ ആയിരുന്നു. ഈ ഒരു ജനൽ വഴി സ്ത്രീകൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനും കഴിയും. അവരെ അങ്ങോട്ട് തിരിച്ചാർക്കും കാണാനും സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു 953 ജനൽ വീഥികൾ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കാറ്റിൻ്റെ കൊട്ടാരം എന്ന് പറയാൻ കാരണം ഇത് ഈ ഒരു ജനൽ തുറന്നിട്ടാൽ അവർക്ക് അത്യാവശ്യം നല്ല എയർ സർക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചരിത്രം കൂടെ പറയുന്നത്. ഒരുപാട് നല്ല അടിപൊളി ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉറങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു രാജസ്ഥാനിലെ വീഥികളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയ്പൂരിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് ഹവാ മഹൽ എന്നുള്ളത്. ഇതിൻ്റെ അടുത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും കാണാനും ഭയങ്കര രസമാണ്. ഈ ഓരോ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ കണ്ടെത്താൻ പറ്റും. ഇവിടെ കണ്ടില്ല, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ജയ്പൂർ ബാംഗിൾസിൻ്റെ ഒരു മേക്കിംഗ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഭയങ്കര രസമുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇതൊരു ക്ലേ പോലെയുള്ള ഒരു ഐറ്റമാണ്. അതാണ് ഈ ഒരു ചൂടിൽ ഈ ഒരു കനലിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം അടിപൊളിയായിട്ടുള്ള വളകൾ കാണുമ്പോൾ നമുക്കൊരിക്കലും ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഇത്ര റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഇത് നമ്മൾ കണ്ട സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഈ ഒരു മേക്കിംഗ് ലൈവായിട്ട് കാണുന്നത് കേട്ടോ. ഓരോ വളക്കും ഓരോ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ രാജസ്ഥാനി വളകളിലൊക്കെ ഉള്ളത്. അത്യാവശ്യം 100, 150 അത് മുതൽ 600 വരെയൊക്കെ റേഞ്ചസ്. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിങ് കാണുമ്പം ഇത്രയും എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവർക്കിതൊരു സിമ്പിളായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കാണും. അത്യാവശ്യം ഒരു 10-15 മിനിറ്റോളം ഈ ഒരു മേക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു ടൈം. അപ്പം ഇതിലേക്ക് എന്താ പറയുക, നമുക്കൊരു ഗ്ലേസിംഗ് ഒക്കെ തോന്നുന്ന ഒരു ഐറ്റം പോലെയുള്ള ഒരു ചില്ലുപൊട്ട് പോലെയുള്ള സംഭവം ഇട്ടിട്ടുണ്ട്. വ്യത്യസ്ത കളറുകളിലാണ്. ഇത് ഈ ചൂടായിട്ടുള്ള ഈ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുക. അതിനുശേഷം അത് വീണ്ടും ചൂടാക്കി എടുക്കുന്നത് ഒരു ക്ലേ ടൈപ്പ് പോലെയുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറുന്നത് കണ്ടില്ലേ. ഇനി ഇതുപോലെയുള്ള കട്ടിയുള്ള ഈ ഒരു സംഭവം കൊണ്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്.
വീഡിയോൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഭയങ്കര ലെങ്തി വീഡിയോ ആവണ്ടാന്ന് കരുതി. ഇവരിതാ ഈ ഒരു സൈസിനനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ. ഇവർക്ക് ഈ സൈസും കാര്യങ്ങളൊക്കെ സ്കെയിലിംഗ് ഒക്കെ അറിയാം. ഇതിൻ്റെ ഇതാ ഈ ഒരു സൈഡിലുണ്ട് അതിൻ്റെ സൈസും സ്കെയിലിംഗ് ഒക്കെ. അപ്പം അവർക്കിത് ചെയ്ത് ചെയ്ത് ഏകദേശം എക്സ്പേർട്ട് ആയ ആൾക്കാരാണ്. ഭയങ്കര ഫാസ്റ്റിംഗ് ആണ് ഇത് മേക്കിംഗ് കാണാൻ. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം. പിന്നെ ഇതാ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ സംഭവം ഇതാ ഇങ്ങനെ നല്ല ചൂടുള്ള സംഭവമാണ് ഈ പിരിച്ചെടുക്കുന്നത് കേട്ടോ. എല്ലാം ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെ പിരിച്ചെടുത്ത ശേഷം ഇതൊരു റൗണ്ട് രൂപത്തിൽ ഒട്ടിച്ചെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണലാണ് മെയിനായിട്ട് ഈ ഒരു മേക്കിങ്ങിന് ഇവർക്ക് യൂസ് ആക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വളകളുടെ കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഒരു വളയെങ്കിലും ഇയാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാമായിരുന്നു എന്ന് തോന്നി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ബട്ട് ഇപ്പോൾ ഈ ഒരു മേക്കിംഗ് കാണുമ്പം ഭയങ്കര ഒരു വെറൈറ്റി. ഇത്രയും നല്ലൊരു കളക്ഷൻ പിന്നെ നമുക്ക് വേറെ എവിടുന്നും അത്ര അടിപൊളിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വേണ്ടിയില്ലേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരിതാ ഇതുപോലെ വീണ്ടും ഒരു ഇരുമ്പിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത് ഒന്ന് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് സംഭവം ഫിനിഷിങ് വർക്ക് കഴിയും കേട്ടോ. നമുക്കിത് കാഴ്ചയിൽ കാണുമ്പം ഇത് വളരെ ചെറിയൊരു സംഭവമൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇവരുടെ മെയിനായിട്ട് മാർഗ്ഗം ഞാൻ ജയ്പൂരിൽ കണ്ടിട്ടുള്ള ഏകദേശം ഒട്ടുമിക്ക ഷോപ്പുകളും ഈ ഒരു ബാംഗിൾസിൻ്റെ കളക്ഷൻസാണ് അധികമായിട്ട് കാണാൻ പറ്റുക. ഒരു ഏരിയ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. അവിടെ ആ കംപ്ലീറ്റ് 2 റോഡ് സൈഡ് കംപ്ലീറ്റ് ബാംഗിൾസിൻ്റെ ഷോപ്പുകളാണുള്ളത്. ഹോൾസെയിലിൻ്റെയും റീറ്റെയിലിൻ്റെ ഒക്കെ ആയിട്ടുള്ള. അപ്പം ഇവർ ഇത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് മേക്കേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കയറ്റുമതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭയങ്കര ഡിമാൻഡുള്ള അടിപൊളി നല്ല വളകൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇയാള് നമുക്ക് വേണ്ടിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പാക്കി തന്നിട്ടുണ്ട്. ഇതാ ഈ പ്രോസസ്സിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം പിന്നെ അങ്ങനെ കറക്റ്റ് റൗണ്ടിലുള്ള നല്ല അടിപൊളി വളയായിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് വളകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പിന്നെ ഇവിടുത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്രസ്സിൻ്റെ അതായത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ആ ഒരു കുത്തുപണികളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഡ്രസ്സിങ് മെറ്റീരിയൽസൊക്കെ. ഹവാമലിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോയിട്ടുള്ള മോജ് മഹൽ എന്നുള്ള ഒരു എക്സിബിഷൻ പോലെയുള്ള ഒരു സംഭവത്തിലേക്കാട്ടോ. അവിടെ ശരിക്കും നമുക്ക് വേർത്തായോ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് ഒരു എക്സിബിഷൻ പോലെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരാൾക്ക് 500 സംതിങ് ഉണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്. ഇവിടുത്തെ ഓട്ടോക്കാരും ടാക്സിക്കാരും മെയിനായിട്ട് അവർ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കും കേട്ടോ. കാരണം ഇവർക്ക് അത്യാവശ്യം കമ്മീഷൻ കിട്ടുന്ന ഒരു ഏരിയയും കൂടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയതായി ഈ ഒരു റൈഡൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലോറിങ് അത്ര തന്നെ, അല്ലാണ്ട് വല്ല സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം അത്രേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതിനുള്ള വർത്തായിട്ടുള്ള സംഭവം തോന്നിയിട്ടില്ല. പിന്നെ മോജ് മഹൽ എല്ലാ ടാക്സി ഡ്രൈവർമാരും മോജ് മഹൽ മോജ് മഹൽ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കിയാണ്. പിന്നെ ഇപ്പം ഇത് കാണാത്തൊരു സംഗതി ആവണ്ടെന്ന് കരുതി. പിന്നെ കിഡ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഫേവറേറ്റ് കാർട്ടൂണിസ്റ്റും അവരുടെ ആ പേഴ്സൺസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വെച്ച് ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും രാജസ്ഥാൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ഡേയ്സ് എങ്കിലും മിനിമം എടുക്കും കേട്ടോ. കാരണം ഉദയ്പൂർ, ജയ്സൽമീർ എന്ന് പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അത് ജയ്പൂരിൽ നിന്നും അധികം നല്ല അത്ര ലോങ് ചെയ്യണം. അതായത് ഒരു 500 സംതിങ് ഒക്കെ ട്രാവൽ ചെയ്താലേ നമുക്ക് വീണ്ടും അവിടെ എത്തുള്ളൂ. അങ്ങനെ ഓരോ ഡിസ്റ്റൻസിലാണ്, ഭയങ്കര ഡിസ്റ്റൻസിലാണുള്ളത്. നമ്മൾ ഈ സിന്ധി ക്യാമ്പിൻ്റെ അടുത്തുള്ള കുറേ പ്ലേസസ് ആണ് നമ്മളിപ്പം കവർ ചെയ്തിട്ടുള്ളത്. രാജസ്ഥാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. മറ്റുള്ളത് നമ്മൾ ഡെസേർട്ട് സംഭവങ്ങളൊക്കെയാണ് ജയ്സൽമീർ അവിടെയൊക്കെ. ശരിക്കും അവർക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് എന്താ പറയുക യാത്രാ ലോങ് കാരണം നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഇനി നമുക്ക് രാജസ്ഥാനിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രമായ ജൽമഹലിലെ ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈമിലെ വിഷ്വൽസ് ഒന്ന് കണ്ടുനോക്കാം. ജയ്പൂരിലെ മാൻസക തടാകത്തിന്റെ നടുവിലുള്ള ഒരു വലിയൊരു കൊട്ടാരമാണ്. 5 നിലകളിലുള്ള കൊട്ടാരമാണ് കേട്ടോ ഈ ഒരു ജൽമഹൽ എന്ന് പറയുന്നത്. ഇത് 18-ാം നൂറ്റാണ്ടിൽ മഹാരാജ സവായി ജയ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു മഹൽ എന്നുള്ളത് 5 നിലകളിലായിട്ടാണുള്ളത്. അതിൽ ഒരു നിലയിൽ അത്യാവശ്യം വെള്ളമുള്ള സമയത്ത് ഒരു നില മാത്രമേ എന്താ പറയുക നമുക്ക് വിസിബിൾ ആവുള്ളൂ. ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഡേ ടൈമിലുള്ള വിഷ്വൽസ് കണ്ടു നോക്കും. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് ഡേയിലും നൈറ്റിലും നമുക്ക് കിട്ടുക. നൈറ്റിലാവുമ്പോൾ നമുക്ക് ലൈറ്റ് കൊണ്ടുള്ള പ്രകാശങ്ങൾ കൊണ്ടുള്ള ഒരു വിഷ്വലും കാണാൻ സാധ്യമാണ്.
അന്നത്തെ കാലത്ത് രാജാക്കന്മാർ വേട്ടയാടാനും വിശ്രമിക്കാനായിരുന്നു ഈ കൊട്ടാരം മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോസും വിഷ്വൽസും ഒക്കെ ഇൻക്ലൂഡ് ആക്കുന്നത്. രാജ്പുത് ശൈലിയിലുള്ള മനോഹരമായ വാസ്തുശില്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ജൽമഹലിലെ കാഴ്ചകൾ. പോകുന്ന വഴിയിൽ ഇതാ നമുക്ക് ഒരുപാട് കോട്ടൺ ഇൻഡസ്ട്രീസിൻ്റെയും സാരീസ് ഇൻഡസ്ട്രീസിൻ്റെയും ഒരു ഏരിയ തന്നെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെയൊക്കെ ഇതാ അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാക്കും. എല്ലാ ബിൽഡിങ്സും ഒരു എന്താ പറയുക രാജകീയ ലുക്കിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതാ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു. MM ഖാൻ എന്ന റെസ്റ്റോറൻ്റാണ്. എവിടെ ഈ രാജസ്ഥാനിലും അതുപോലെ ഡൽഹിയിലൊക്കെ കവർ ചെയ്യുമ്പോഴും ഇവർക്ക് ഈ ഒരു ചാറ്റ് മസാല നിർബന്ധമാണ്. എല്ലാത്തിനും നമ്മൾ കുരുമുളക് വെക്കുന്നതിന് പകരം ഇവർ എന്താക്കും ഈ ചാറ്റ് മസാല കേട്ടോ വെക്കുക. അപ്പം ടേസ്റ്റ് ഉള്ളവർക്ക് യൂസ് ആക്കാം. ഇവിടുന്ന് ഇതാ നല്ല അൽഫാമും റൊട്ടിയും ഒക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഈ ഒരു റൊട്ടിയാണ് നമുക്ക് ഡൽഹിയിലൊക്കെ ഈ ഏരിയയിലൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുക. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് MM ഖാൻ ഹോട്ടൽ. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല തിരക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മളിതാ ഊബർ വിളിച്ചിട്ടാണ് യാത്രകളൊക്കെ മാക്സിമം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓട്ടോ ടാക്സി ഡ്രൈവർമാർ നമ്മളെടുത്ത് വന്ന് നിർത്തും. അവർ ഹൈ ചാർജ് ആയിരിക്കും പറയുക. അപ്പോൾ നമ്മൾ ഊബർ വിളിച്ചാൽ നമുക്ക് കറക്റ്റ് ചാർജ് നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യും. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സാറ്റർഡേ ആൻഡ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങൾ കാണാൻ പറ്റിട്ടോ. ഇവിടത്തേക്ക് കല്യാണാഘോഷങ്ങൾ ഭയങ്കര രസമാണ് കാണാൻ. എല്ലാവരും കുതിരപ്പുറത്തായിരിക്കും മണവാട്ടിയൊക്കെ പോവുക. ഭയങ്കര പാട്ടും ഡാൻസും പടക്കങ്ങളൊക്കെ നന്നായിട്ട് പൊട്ടി ഒരുപാട് ബ്ലോക്കൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കല്യാണ ചെക്കൻ്റെ വരവായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡാക്കുന്നു. ഇനിയും ജയ്പൂരിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. രാജസ്ഥാനിലെ രാജകീയ വിഷ്വൽസും അതുപോലെ തന്നെ അവരുടെ ചരിത്രങ്ങളും ഒക്കെ നമുക്കിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ.